കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയായ കല്ലറയിൽ തോടുകൾ നശിക്കുന്നത് നാടിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പോളയും മാലിന്യവും നിറഞ്ഞ് ഇത്തരത്തിൽ തോടുകൾ നശിച്ചതോടെ ജലഗതാഗതവും ശുദ്ധജല ലഭ്യതയും അവിടെ പ്രതിസന്ധിയിലാണ്. പലതവണ നാട്ടുകാർ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന വിമർശനം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കല്ലറ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. മുണ്ടാർ മുതൽ പെരുന്തുരുത്തി വരെയുള്ള ഈ തോട് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. പോള കയറിയും ചെളിയടിഞ്ഞും തോട് നശിച്ചതോടെ നാട്ടുകാർക്കും ഇത് ദുരിതമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഈ നാട്ടിൽ ഭൂരിഭാഗം പേരും വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. തോട്ടിലൂടെ എളുപ്പത്തിൽ എല്ലായിടത്തും എത്താൻ ഇതിലൂടെ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വള്ളങ്ങൾ പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കല്ലറയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു പഞ്ചായത്തുകൾ ഉത്തരവാദിത്ത ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പെപ്പർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അങ്ങനെ പല പേരുകളുണ്ടല്ലോ, ആ പേരുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കല്ലറ പഞ്ചായത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ തോട്ടിലെ ഈ പ്രശ്നം, ഈ പോളയം പായൽ ഇതുപോലെ കിടക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുരേഷ് എന്ന് പറഞ്ഞ സ്വകാര്യ വ്യക്തി ഒരു ശിക്കാര ബോട്ട് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിപ്പെട്ടി മേടിച്ചു. ഇപ്പോൾ അതിവിടെ കൊടുവരുത്തെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വെറുതെ ഇട്ടേക്കുക. അയാൾ കടത്തിനുമേൽ കടവായി. എന്തുകൊണ്ട്? ഈ സംവിധാനം ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ആവശ്യപ്പെട്ടതാണ് ഒരു 3 കോടി രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒഴുക്ക് നിലച്ചതോടെ ശുദ്ധജല ലഭ്യതയും പ്രദേശത്തില്ലാതായിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിന് തോട്ടിലെ വെള്ളം ഉപയോഗിച്ചിരുന്നവർ ഇപ്പോൾ മറ്റ് ജലസ്രോതസ്സുകൾ തേടുകയാണ്. തോട് വൃത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന ഭയവും ജനങ്ങൾക്കുണ്ട്. ഈ തോടുകളുടെ പ്രശ്നം പല രീതിയിൽ പല തവണയായിട്ട് സർക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം മെയ് മാസം കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് അന്നേരത്തെ നമുക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമാകുന്ന ഒരു പഞ്ചായത്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ തോട്ടിലെ പോള എന്ന് പറയുന്ന പ്രശ്നം ശാശ്വതമായിട്ട് മാറ്റിയില്ല എങ്കിൽ ഈ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിനുണ്ടാകുന്ന നമ്മുടെ ഈ തോട്ടിലെ ഏറ്റവും ചീത്തയായിട്ടുള്ള വെള്ളം അത് മറ്റ് സമീപത്തുള്ള വീടുകളിലേക്ക് കയറുകയും അതോടൊപ്പം തന്നെ പല അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രദേശത്തെ വിനോദസഞ്ചാരത്തെയും കൃഷിയെയും ഇത് ബാധിച്ചിട്ടുണ്ട്. തോട് വൃത്തിയാക്കണമെന്ന ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടും ഒന്നും നടപ്പായിട്ടില്ല. ഉൾനാടൻ ജലഗതാഗതത്തിനടക്കം വലിയ സാധ്യതകളുള്ള പ്രദേശം കൂടിയാണ് ഇത്. എന്നാൽ എന്തുകൊണ്ട് അധികൃതർ ഇതൊക്കെ കാണാതെ പോകുന്നുവെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.